കോഴിക്കോട്ട് വിരുന്നുകാരനായി എത്തി കോഴിക്കോട്ടുകാരനായ വ്യക്തി കൂടിയാണ് എം ഡിക്ക് എം ഡിയുടെ സാഹിത്യ ജീവിതത്തിൽ കോഴിക്കോടിനൊരു പ്രധാനപ്പെട്ട സ്ഥാനം കൂടിയുണ്ട്. കോഴിക്കോടിൻ്റെ ഇടങ്ങൾ, രാത്രിയിലെ കൂട്ടുകെട്ടുകളും ഒത്തുചേരലുകളും ഒക്കെ അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൃഷ്ടികളുടെ ഭാഗമായിരുന്നു. മലയാളം ഇന്നും അത്ഭുതത്തോടെ കാണുന്ന പല എം ഡി സൃഷ്ടികളും ഉദയം ചെയ്തത് കോഴിക്കോട്ടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഇടങ്ങളാണ്. അത് ചിലപ്പം ചില ഹോട്ടലുകളാവാം, ചില സൗഹൃദ സദസ്സുകളാവാം, കടപ്പുറമാവാം. അങ്ങനെ എം ഡിക്ക് പ്രിയപ്പെട്ട ഇടങ്ങളൊക്കെ കോഴിക്കോട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കോഴിക്കോട്ടുകാർക്കും എം ഡി ഒരു സാഹിത്യകാരനപ്പുറം ഒരു സ്വകാര്യ നഷ്ടം കൂടിയാണ് ഇപ്പോൾ എം ഡിയുടെ വിടവുണ്ടാക്കുന്നത്. ഐഷത്തുൽ ഷംനയുണ്ട്. എം ഡിയുടെ വീട്ടിന് പുറത്താണുള്ളത്. അവിടെ ആളുകൾ വന്നു പോവുകയാണ്. ഷംന, ഞാൻ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട്ടുകാരുടെ ഒരു സ്വകാര്യ നഷ്ടം കൂടിയാണ് എം ഡി നഷ്ടപ്പെടുമ്പോൾ സംഭവിക്കുന്നത്. ഇന്നലെ സംസാരിച്ച കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് അത് വളരെ വൈകാരിക വായ്പകളോടെ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട്ടെ ജനാവലി എങ്ങനെയാണ് വീട്ടിലേക്ക് എത്തുന്നത്? എന്താണ് വീടിന് പുറത്തുള്ള ഒരു കാഴ്ച? ആളുകൾ ഇങ്ങനെ വന്നു പോവുകയാണോ? സജിത്ത്, ഇപ്പോഴും വലിയ തിരക്കാണ് ഈ എം ടിയുടെ സിത്താരയുടെ മുമ്പിൽ അനുഭവപ്പെടുന്നത്. നിരവധി വിദ്യാർത്ഥികൾ, രാഷ്ട്രീയ നേതാക്കൾ, സിനിമാ മേഖലയിലുള്ളവർ, അങ്ങനെ ഈ ചുറ്റുപാടുള്ളവർ വളരെ എം ടിയുടെ കഥകൾ വായിച്ച് അല്ലെങ്കിൽ എം ടിയുടെ സിനിമകൾ കണ്ട് ആരാധന തോന്നി അങ്ങനെ എം ടിയെ സ്നേഹിച്ച് തുടങ്ങിയവർ, അങ്ങനെ നിരവധി മനുഷ്യരാണ് ഇപ്പോൾ എം ടിയെ കാണാനായി ഈ സിത്താരയിലോട്ട് വരുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള തിരക്കാണ് സിത്താരയ്ക്ക് മുൻപിലുള്ളത്. ഏകദേശം ഒരു 3:45 4 മണിക്ക് മുൻപായി തന്നെ ഇവിടുന്ന് എം ടിയുടെ ഭൗതിക ശരീരം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും. ഒരു 4 മണിക്ക് ശേഷം ഒരു കാരണവശാലും പൊതുദർശനം ഉണ്ടായിരിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഒരു നോക്ക് അവസാനമായി പ്രിയപ്പെട്ട എഴുത്തുകാരനെ, പ്രിയപ്പെട്ട രചയിതാവിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി വളരെ വേദനയോടുകൂടി അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി വളരെ വേദനയോടുകൂടിയാണ് ഇവിടെ ഓരോരുത്തരും എത്തുന്നത്. അതിൽ വിദ്യാർത്ഥികളുണ്ട്. ഒരു നോക്ക് എം ടിയെ വായിച്ച് മാത്രം അറിഞ്ഞാൽ നമുക്കറിയാം എം ടി ഒരിക്കലും ഒരു കാലഘട്ടത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു തലമുറയുടെയോ എഴുത്തുകാരനല്ല. തലമുറകളിലൂടെ ജീവിക്കുന്ന എഴുത്തുകാരനാണ്. നമുക്കറിയാം ഇപ്പോഴും 6 പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറവും മഞ്ഞ് എന്ന് പറയുന്ന ഒരു പുസ്തകമൊക്കെ ഇപ്പോഴും നമ്മൾ നോക്കിയാൽ അറിയാം, സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആണ് ആ പുസ്തകം. 6 പതിറ്റാണ്ടുകൾക്കിപ്പുറം ഇപ്പോഴും ആ പുസ്തകം വായിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അതിപ്പോഴും വായനക്കാർക്ക് അത്രയധികം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഒരു എഴുത്തുകാരൻ്റെ വിജയം എന്ന് പറയുന്നത്. പലപ്പോഴും വെള്ളുവനാടിനെ അല്ലെങ്കിൽ ഒരു നിളയെ ഒക്കെ മലയാളി സ്നേഹിച്ചു തുടങ്ങിയത് ഒരു പക്ഷേ എം ടിയുടെ എഴുത്തുകളിൽ കൂടിയായിരിക്കണം. ഞാനൊക്കെ വായിച്ചു തുടങ്ങിയത് എം ടിയുടെ കഥകളാണ്. കഥകൾ മാത്രമല്ല, ഉപന്യാസങ്ങളായിക്കോട്ടെ, എം ടിയുടെ സിനിമകളായിക്കോട്ടെ, നമുക്ക് മലയാളി ഒരു പക്ഷേ എല്ലാ കാലത്തും ഓർത്ത് വെക്കുന്ന സിനിമകൾ കൂടിയാണ്. പ്രത്യേകിച്ച് എം ടിയുടെ സിനിമകൾ എടുത്തു പറയുകയാണെങ്കിൽ അതിലെ സ്ത്രീ കഥാപാത്രങ്ങൾ അത് പെട്ടെന്ന് അങ്ങനെ മറന്നു കളയാൻ പറ്റുന്നതല്ല. ഇപ്പോൾ ഒരു ചെറിയ ചിരിയിലെ സ്നേഹനിധിയായ ഒരു ഭാര്യയാണെങ്കിൽ അടുത്ത് നമ്മൾ കാണുന്നത് ഉണ്ണിയാർച്ച, വടക്കൻ വീരഗാഥയിലെ ഉണ്ണിയാർച്ചയാണ്. പിന്നീട് നഷ്ടങ്ങൾ നേരിടേണ്ടി വരുന്ന നീലത്താമരയിലെ കഥാപാത്രത്തെയാണ്. അങ്ങനെ സ്ത്രീ കഥാപാത്രങ്ങളെ എം ടി പോർട്രേ ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ എഴുത്തുകളിലൂടെ ആയിക്കോട്ടെ, സിനിമയിലൂടെ ആയിക്കോട്ടെ, മലയാളി എപ്പോഴും ഇഷ്ടത്തോടെ കണ്ടിരുന്ന അല്ലെങ്കിൽ വേറെ തരത്തിൽ കണ്ടിരുന്നത് എം ടിയുടെ വാക്കുകളിലൂടെയും എഴുത്തുകളിലൂടെയാണ്. അപ്പോൾ ആ പ്രിയപ്പെട്ട എഴുത്തുകാരൻ്റെ വേർപാട് അത് ഒരു സ്വകാര്യ നഷ്ടം തന്നെയാണ്. പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാർക്ക്. പാലക്കാടുകാരനാണെങ്കിൽ കൂടി കോഴിക്കോട് എം ടിക്ക് എന്നും പ്രിയപ്പെട്ട ഇടമായിരുന്നു. എപ്പോഴും നമ്മൾ എം ടിയുടെ എഴുത്തുകളിൽ കഥകളുടെ ഒരു പശ്ചാത്തലം ഈ വെള്ളവനാടും അല്ലെങ്കിൽ അത്തരം നായർ സമുദായങ്ങളും അങ്ങനെയൊക്കെയാണ്. പക്ഷേ അതിനൊക്കെ ഉപരി എം ടിയുടെ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ എം ടിക്ക് ചുറ്റുമുള്ള മനുഷ്യർ, അവർ തന്നെയാണ് എം ടിയുടെ കഥകളിൽ മിക്കപ്പോഴും കഥാപാത്രങ്ങളാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോഴിക്കോട്ടിലെ മനുഷ്യന്മാരുണ്ട്, അല്ലെങ്കിൽ ഈ കോഴിക്കോട്ട് എം ടിക്ക് അത്രയും പ്രിയപ്പെട്ട ഇടമായി മാറുന്നത് കൂടി അങ്ങനെയാണ്. എം ടിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരെയാണ് എം ടി എഴുതി വെച്ചിട്ടുള്ളത്, എം ടിയുടെ സിനിമകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ, ഈ കോഴിക്കോട്ടുകാരുടെ ഒരു അഹങ്കാരം, സ്വകാര്യ അഹങ്കാരം തന്നെയാണ് ഇപ്പോൾ നഷ്ടമാകുന്നത്. ആ വിയോഗത്തിനെ നേരത്തെ നമ്മളോട് സംസാരിച്ച രാഷ്ട്രീയ നേതാക്കളും സിനിമ മേഖലയിലുള്ളവരൊക്കെ പറഞ്ഞു, നികത്താൻ കഴിയാത്ത ഒരു വിടവ്, അതാണ് എം ടിയുടെ വിയോഗം. ഒരിക്കലും നമുക്ക് എം ടിക്ക്
പകരം വേറെ ആര് എന്നൊരു ചോദ്യമില്ല. കാരണം ഇനി ഒരു പക്ഷേ കാലം അടയാളപ്പെടുത്തുക എം ടിക്ക് മുൻപും എം ടിക്ക് ശേഷവും എന്നായിരിക്കും. കാരണം ആ ഒരു കലാകാരന് ചെറുകഥാകൃത്തായിക്കോട്ടെ, നോവലിസ്റ്റായിട്ടായിക്കോട്ടെ, സിനിമ രചയിതാവായിട്ടായിക്കോട്ടെ, സംവിധായകനായിക്കോട്ടെ, പത്രാധിപനായിക്കോട്ടെ, കൈവച്ച മേഖലകളെല്ലാം പൊന്നാക്കിയ, എല്ലാ മേഖലകളിലും പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഈ നമ്മൾ എം ഡിയുടെ പുസ്തകങ്ങൾ നമ്മൾ പഠനകാലത്തും പിന്നീട് അല്ലാതെയും ഒക്കെ എം ഡിയുടെ പുസ്തകങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ആദ്യ താള് അല്ലെ രണ്ടാമത്തെ താള് മറിച്ച് കഴിയുമ്പോൾ എൻ്റെ സൈഡിൽ നോക്കുമ്പോൾ എം ഡിയുടെ ഒരു അഡ്രസ്സ്, എം ഡിയുടെ എപ്പോഴും ആ കഥാകാരൻ, നമ്മുടെ പ്രിയപ്പെട്ട കഥാകാരൻ എവിടെയാണ് താമസിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ വീട് എവിടെയാണ്, ചില ഘട്ടമെങ്കിലും അദ്ദേഹത്തിന് ഒരു കത്തെഴുതി പോകണമെന്നൊക്കെ നമുക്ക് തോന്നുമല്ലോ ആ കഥാപാത്രങ്ങളെ അങ്ങ് ഉൾക്കൊണ്ട് കഴിയുമ്പോൾ. അപ്പം സിതാര, കൊട്ടാരം റോഡ്, കോഴിക്കോട്, ആ ഒരു അഡ്രസ്സ് നമ്മുടെ കണ്ണിലുടക്കുന്ന ഒരു ഇടമാണ്. അപ്പം കോഴിക്കോടും ആ വീടും നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ കൂടിയും പലർക്കും അത് അവരുടെ മനസ്സിൽ സങ്കല്പമാണ്. അത്തരം ആ വീടിന് മുന്നിലാണിപ്പോൾ ഷംന നിൽക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഒരുപക്ഷെ കോഴിക്കോടേക്ക് എത്താൻ കഴിയാത്ത, എം ഡിയെ അവസാനമായി ഒന്ന് കാണാൻ കഴിയാത്ത പ്രേക്ഷകർക്ക് വീടിൻ്റെ ആ വീടും ആ പരിസരവും, ഒരുപക്ഷെ ആ വീടിൻ്റെ ബോർഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമോ? അവിടെ അതിനുള്ള സാഹചര്യമുണ്ടോ? സജിത്ത്, നമ്മൾ എം ടിയുടെ സിത്താരയ്ക്ക് തൊട്ട് മുൻപിലുള്ള ഒരു വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് ചെറിയ രീതിയിൽ നമ്മൾ തന്നെ ഒഴിഞ്ഞ് മാറി നിൽക്കുകയാണ്. കാരണം നമുക്കറിയാം, ഈ എം ടിയെ കാണാൻ അത്രയധികം എം ടിയുടെ ആരാധകർ എത്തുന്നുണ്ട്. അപ്പോൾ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാതിരിക്കാൻ അല്പം മാറിയാണ് മാധ്യമങ്ങളെല്ലാവരും നിൽക്കുന്നത്. ഇതാണ് എം ടിയുടെ സിത്താര. ഈ ഒരു വീടിനെ പലപ്പോഴും മലയാളികൾ അത്രയധികം ഇഷ്ടത്തോടെ വായിച്ചറിഞ്ഞ്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും സിത്താരയിൽ എത്തണം എന്നാഗ്രഹിച്ചവരായിരിക്കും മലയാളി വായനക്കാരോ എല്ലാവരും. അത് ഇങ്ങനെ ഒരു വേളയിൽ ഇപ്പോൾ ഞാനാണെങ്കിൽ കൂടി എം ടിയുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മളൊക്കെ ഒരു കാലത്ത് ആഗ്രഹിച്ചിട്ടുണ്ട് സിത്താരയിൽ എത്തണം, എം ടിയെ കാണണമെന്നൊക്കെ. ആദ്യമായിട്ട് എം ടിയെ കാണുമ്പോൾ അത് ഇനി ഒരു തിരിച്ചു വരവില്ലാത്ത ഒരു യാത്രയ്ക്ക് വേണ്ടി കാണുമ്പോൾ അത് അങ്ങേയറ്റം വിഷമിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്കത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ദുഃഖമായി മാറുകയാണ്. ഇപ്പോഴും എം ടിയെ കാണാൻ ഈ മതനേതാക്കളായിക്കോട്ടെ, രാഷ്ട്രീയക്കാരായിക്കോട്ടെ, സിനിമാ മേഖലയിലുള്ളവരായിക്കോട്ടെ, ഇപ്പോഴും ഒരു തിരക്കിനൊരു കുറവുമില്ല. നമ്മളോട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ എത്തി അനുശോചനം അറിയിച്ചിരുന്നു. മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാൽ രാവിലെ എത്തിയിരുന്നു. ഇപ്പോഴും സിനിമ മേഖലയിലുള്ളവർ വന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, എനിക്ക് അറിയാം ഷംന വളരെ വൈകാരിക വൈപ്പുള്ളതാണ്. കാരണം എം ഡിയിലൂടെ കടന്നുപോയ, എം ഡിയുടെ കഥാപാത്രങ്ങളിൽ കടന്നുപോയ എല്ലാവർക്കും എം ഡി പ്രിയപ്പെട്ടവനാവുന്നത് അതുകൊണ്ടുകൂടിയാണ്. അതുകൊണ്ട് ആ നഷ്ടം, ആ വിയോഗം ഒരു തലമുറയുടെ നഷ്ടമാണ്. അതിനെ വൈകാരിക വായ്പകളോടെ അല്ലാതെ നമുക്ക് ഓർത്തെടുക്കാനാവില്ല. ഒരുപക്ഷെ വ്യക്തിപരമായ അടുപ്പമില്ലാത്തവർ പോലും വൈകാരിക തലത്തിലേക്ക് കടന്നു പോകുന്നതിൻ്റെ കാരണവും അത് തന്നെയാണ്. എം ഡി നമുക്ക് ശേഷവും ജീവിക്കുമെന്നും വിട പറയാൻ മനസ്സില്ലെന്നുമാണ് കമൽഹാസൻ പറയുന്നത്. എം ഡിക്കൊപ്പം വിജയിച്ചത് മലയാള സാഹിത്യവും സിനിമയുമാണെന്നും കമൽഹാസൻ പറയുന്നു.